ലൈംഗിക പീഡന പരാതികൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കോൺഗ്രസ് എടുത്ത നടപടി സ്പീക്കറെ അറിയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കിടയിൽ തന്നെയാണ് ഈ കത്ത് കൈമാറിയിരിക്കുന്നത്. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതും കത്തിൽ പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേക ബ്ലോക്ക് അനുവദിക്കും, രാഹുലിനെ അവഗണിക്കരുത് എന്നുള്ളതാണ് A ഗ്രൂപ്പിന്റെയും ചില നേതാക്കളുടെയും പക്ഷം. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് രാഹുലിന് മറ്റു തടസ്സമില്ല എന്നുള്ളതാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച തുടങ്ങാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുന്നതിനോട് എതിർപ്പ് അറിയിച്ച കോൺഗ്രസ് നേതാക്കൾ സഭയിൽ വരുന്നതിനോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം പല നേതാക്കൾക്കും യോജിപ്പുമില്ല. എന്നാൽ MLA എന്നുള്ള നിലയിൽ രാഹുലിന് സഭയിൽ വരുന്നതിന് സാങ്കേതികമായി തടസ്സമില്ലാത്തതിനാൽ അദ്ദേഹം സ്വയം തീരുമാനിക്കട്ടെ എന്നുള്ള നിലപാടാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്ക് ഉള്ളത്. 12 ദിവസത്തെ സമ്മേളനത്തിനായി നിയമസഭ തിങ്കളാഴ്ച ചേരുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിനാൽ രാഹുൽ കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭാഗമല്ല. സഭയിലെത്തിയാൽ പ്രത്യേക ബ്ലോക്കിലായി ഇരിക്കേണ്ടിയും വരും. കോൺഗ്രസിന് അനുവദിക്കുന്ന സമയത്തിൽ നിന്ന് രാഹുലിനെ പ്രസംഗിക്കാനും സമയം അനുവദിക്കുന്നുമില്ല. ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തത്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 6 മാസത്തേക്കാണ് സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ് രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് തന്നെ. DYSP ഷാജിക്കാണ് അന്വേഷണ ചുമതലയുള്ളത്. അന്വേഷണത്തിന് സൈബർ സംഘത്തെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള സന്ദേശങ്ങളുടെയും കോളുകളുടെയും ഒക്കെ ആധികാരികത സംബന്ധിച്ചുള്ള വിവരങ്ങൾ തിരിച്ചറിയാനാണ് അന്വേഷണ സംഘത്തിൽ സൈബർ വിദഗ്ധരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തു, ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ച് സന്ദേശമയച്ചു, ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് FIR-ൽ പറയുന്നത്. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ള കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തിട്ടുണ്ടായിരുന്നു. പോലീസ് സ്വമേധയാ കേസെടുത്ത ശേഷമാണ് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതേസമയം ഇതുവരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ ആരും നേരിട്ട് പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുമില്ല.